ഒരു നായ എൻ്റെ അടുത്തുകൂടെ പോയാൽ എനിക്ക് റാബീസിന്റെ വൈറസ് പിടിപെടുമോ എന്നുള്ള ചിന്ത അൺറിയലിസ്റ്റിക് ആണ്. ലോജിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സംഭവമില്ല. ഈ സംഭവമില്ല എന്നുള്ളത് ഈ OCD ഉള്ള ആൾക്കും അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് തന്നെ ടെൻഷൻ എടുത്ത് അതിനെക്കുറിച്ച് തന്നെ ഒബ്സസീവായി അതേ ചിന്തകളെ വീണ്ടും 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 മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ GAD അതായത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിന്റെ ഒരു ഭാഗമാണ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ. അതും OCDയും തമ്മിൽ, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും ഈ കൺഫ്യൂഷൻ വരാറുണ്ട്. ഇവ രണ്ടും എങ്ങനെയാണ് വ്യത്യസ്തമായി പറയാൻ കഴിയുക എന്നുള്ള രീതിയിൽ സംശയങ്ങൾ വരാറുണ്ട്. അതിന് പരിഹാരമായാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. GAD എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, അതേപോലെ OCD എന്ന് പറഞ്ഞാൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഒരു ആങ്സൈറ്റി ഡിസോർഡർ ആണോ? ആദ്യകാലങ്ങളിൽ അതൊരു ആങ്സൈറ്റി ഡിസോർഡറായി കണക്കാക്കപ്പെട്ടിരുന്നു എങ്കിലും ഇപ്പോൾ അത് അങ്ങനെയല്ല. അതൊരു ആങ്സൈറ്റി ഡിസോർഡർ അല്ല. ആങ്സൈറ്റി ഡിസോർഡർ വേറെയാണ്, അതേപോലെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ വേറെയാണ്. പണ്ട് കാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെയും അതേപോലെ ആങ്സൈറ്റി ഡിസോർഡറിനെയും ഒരേ ഗണത്തിൽ, ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ള ഗണത്തിലാണ് പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ളത് ആങ്സൈറ്റി ഡിസോർഡറിന്റെ സെക്ഷനിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ള ഈ മെന്റൽ ഡിസോർഡേഴ്സിന്റെ, സൈക്കോളജിക്കൽ സൈക്യാട്രിക്കൽ ഡിസോർഡേഴ്സിന്റെ പുസ്തകങ്ങളിൽ ഇവയെ കണക്കാക്കിയിരിക്കുന്നത്, അത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിനെ കണക്കാക്കിയിരിക്കുന്നത് ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ള ഒരു ഭാഗത്താണ്. അതേപോലെ തന്നെ OCDനെ കണക്കാക്കിയിരിക്കുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അതുമായി ബന്ധപ്പെട്ട മറ്റ് കണ്ടീഷൻസ് എന്നുള്ള ഒരു ഹെഡിങ്ങിന് താഴെയാണ്. ആ മറ്റുള്ള ഹെഡിങ് എന്തൊക്കെയാണ്, മറ്റുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് എന്തൊക്കെയാണ്? ട്രിക്കോട്ടില്ലോമാനിയ, അതായത് മുടിയിഴകൾ വീണ്ടും വീണ്ടും വലിച്ച് പിഴുതു കളയുന്ന, കണ്ടിന്യൂസ് ആയി അതൊരു ഒബ്സഷനായി ചെയ്യുന്ന ഒരു പ്രശ്നം, ഒരു മാനസിക രോഗം. അതിനെ നമ്മൾ ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറയുന്നു. ഹോർഡിംഗ് ഡിസോർഡർ, അതേപോലെ തന്നെ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ, ശരീരത്തിലെ പല വൈകല്യങ്ങളും ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ സ്വയം ചിന്തിക്കുന്ന, ഒരു വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി എനിക്ക് വൈകല്യങ്ങളുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കരുതുന്ന രീതിയിൽ ഉള്ള ഒരു പ്രശ്നമാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന്റെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. OCD ആൻഡ് ആങ്സൈറ്റി, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ, ഈ രണ്ടില് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുന്നത് 3-4 ഹെഡിങ്ങിലാണ്. അത് ആദ്യത്തെ ഹെഡിങ് ആണ് ബിഹേവിയർ, പെരുമാറ്റ രീതി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ബിഹേവിയറൽ ഡിഫറൻസ് OCDയിലും GADയിലും പ്രസൻസ് ഓഫ് കമ്പൽഷൻ. ജനറൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ സാധാരണഗതിയിൽ കമ്പൽഷൻ ഉണ്ടാവാറില്ല, അതേസമയം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിൽ കമ്പൽഷൻസ് ഉണ്ടാവാറ്. എന്താണ് കമ്പൽഷൻ എന്ന് പറഞ്ഞാൽ? ഒരു റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ, വീണ്ടും വീണ്ടും ചെയ്യുന്ന തരത്തിലുള്ള ഒരു തരം ബിഹേവിയർ, അതിന് കാരണക്കാരനായ ഒരു തരം തോട്ട്സ്, അതിനെ ഒബ്സഷൻ എന്ന് വിളിക്കുന്നു. ഒബ്സഷൻ ആയിട്ടുള്ള ചിന്തകൾക്ക് പരിഹാരമായി റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം, അതിനെ കമ്പൽഷൻസ് എന്ന് പറഞ്ഞാൽ നിർബന്ധം, ഒബ്സഷൻസ് എന്ന് പറഞ്ഞ ആ തോട്ട്സിന് പരിഹാരമായി നിർബന്ധമായി ഒരു കമ്പൽസീവ് ബിഹേവിയർ പെരുമാറുന്ന രീതിയാണ് ഈ കമ്പൽഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന്, കൈകാലുകൾ ശുദ്ധമല്ല, അല്ലെങ്കിൽ കൈകൾ ശുദ്ധമല്ല, കയ്യിൽ വൈറസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന എന്ന് ഒബ്സസീവ് ആകുന്ന ഒരു വ്യക്തിക്ക് ആ കൈകൾ വീണ്ടും വീണ്ടും കഴുകുക എന്നുള്ള ഒരു കമ്പൽസീവ് ബിഹേവിയർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് കമ്പൽസീവ് ബിഹേവിയർ. അതായത് ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിൽ ഈ കമ്പൽഷൻ അല്ലെങ്കിൽ കമ്പൽസീവ് ബിഹേവിയർ ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ ഈ കമ്പൽഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. OCD ഉള്ളവർ റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ശാരീരികമായാലും ശരി മാനസികമായാലും ശരി. അവർക്ക് ഈ ഒബ്സഷൻസിനെ ഓവർകം ചെയ്യുവാൻ കമ്പൽസീവ് ബിഹേവിയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ കമ്പൽസീവ് ബിഹേവിയർ ഒരു വിശ്വാസം, അവരുടെ ഒരു ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അത് മാത്രമല്ല, അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭയങ്കര പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ വളരെയധികം ആങ്ഷ്യസ് ആയി മാറുന്നു എന്നുള്ളതാണ്. ഇത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ കാണാറില്ല. ഒരു ഉദാഹരണത്തിന്, ഹാൻഡ് വാഷിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും 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 കൈ കഴുകിക്കൊണ്ടിരിക്കുക, കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ. ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിൽ ഈ ജനറൽ ആങ്സൈറ്റി ഉള്ളവർ
വറി ചെയ്യുകയാണ് കൂടുതൽ. അതിന് കൂടെ തന്നെ മറ്റുള്ളവരിൽ നിന്നും വീണ്ടും വീണ്ടും സംയമനം ഉള്ള വർത്തമാനങ്ങൾ, അവരുടെ ബിഹേവിയർ അവർ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം OCD വേഴ്സസ് ആങ്സൈറ്റിയിൽ രണ്ടാമത്തെ തോട്ട്സ് ആണ്, ചിന്തകൾ. തോട്ട് പാറ്റേൺസ്, GAD, OCD അവ രണ്ടിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വറി അല്ലെങ്കിൽ ഒബ്സഷൻസ് ആണ്. വറി എന്ന് പറഞ്ഞാൽ എന്താ? പീപ്പിൾ വിത്ത് GAD, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർ ടെൻഡ് ടു വറി അബൌട്ട് റിയൽ ലൈഫ് കൺസേൺസ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത്, ജീവിതത്തിലെ അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് വറി ചെയ്യുകയാണ് കൂടുതലും ചെയ്യാറ്. അതുമാത്രമല്ല, ഈ ടോപ്പിക്സ്, ഈ പറയുന്ന ജീവിതത്തിലെ വിഷമങ്ങൾ അവർ വറി ചെയ്തതോടുകൂടി തന്നെ അവരുടെ ആങ്സൈറ്റി വന്നിട്ട് ഒരു പരിധിക്ക് മുകളിൽ കൂടി നിൽക്കുകയും ചെയ്യുന്നു. ഇതുപോലെ കൺസേൺസ് അബൌട്ട് മേജർ ലൈഫ് ഇഷ്യൂസ് ലൈക്ക് ഹെൽത്ത്, അവരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഹെൽത്തിനെ കുറിച്ചോ ഫിനാൻസസിനെ കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇതിൽ പലതും പലപ്പോഴും മൈനർ ആയിരിക്കും, അത്രയധികം പ്രഭാവം ഉള്ളവ ആയിരിക്കുകയില്ല. സാധാരണഗതിയിൽ ദൈനംദിനം അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ തന്നെയായിരിക്കും. പക്ഷേ ഇത്തരം സ്ട്രെസ്സുകളെ, ഇത്തരം നെഗറ്റീവായിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് എടുത്ത്, വളരെയധികം വലിയ രീതിയിൽ നെഗറ്റീവ് പോയിന്റ് അടുത്തെടുത്ത് അവരതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒബ്സഷൻസ് അല്ല, വറീസ് ആണ്, എക്സസീവ് വറീസ് ആണ്. കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന രീതിയിൽ കടന്നു പോകുന്ന ചിന്തകൾ, ഒരു പരിധിക്കപ്പുറം പോകുന്ന വറി എന്നുള്ളതാണ് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സാധാരണഗതിയിൽ കാണാറ്. പാത്തോളജിക്കൽ വറി, അതായത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ, മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, അത്തരത്തിലുള്ള വറി, അവരെ അത്തരത്തിലുള്ള ടെൻഷൻസും ഈ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് സാധാരണഗതിയിൽ കാണാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റസ്ട്രോഫൈസിങ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ വിഷമിച്ചുകൊണ്ടേയിരിക്കുക. അത്തരത്തിലുള്ള ബിഹേവിയർ, അത്തരത്തിലുള്ള തോട്ട് പാറ്റേൺസും ഈ ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. ഒബ്സഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ GADക്ക്, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർക്ക് വറിയാണ് കൂടുതലുണ്ടാവുക, കാറ്റസ്ട്രോഫൈസിനാണ്. അതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് ആണ് കൂടുതൽ, അതുകൊണ്ടുണ്ടാവുന്ന ആങ്സൈറ്റിയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ OCD ഉള്ളവർക്ക്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ളവർക്ക്, അവർക്ക് ഒബ്സഷൻസ് ആണ് കൂടുതൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹാൾമാർക്ക് ഡിഫറൻസ്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ വീണ്ടും 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 തലക്കകത്തിട്ട് അവരുടെ മൈൻഡിൽ വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ അതിനെ വീണ്ടും 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 ചിന്തിച്ച് ആ ചിന്ത കൊണ്ട് അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവുകയും ആ ആങ്സൈറ്റി ഇല്ലാതാക്കുവാൻ അവർക്ക് കമ്പൽഷൻസ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒബ്സഷൻസ് ആണ്, ചിന്തകളല്ല, വറീസ് അല്ല, സ്ട്രെസ് അല്ല. അതിനു പുറമെ കണ്ടിന്യൂസ് ആയിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകൾ. അതാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന്റെ ഹാൾമാർക്ക്. ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിന്റെ അത് വറി ആയിരുന്നു, ആങ്സൈറ്റി ആയിരുന്നു, കാറ്റസ്ട്രോഫൈസേഷൻ ആയിരുന്നു. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവ തോട്ട്സ് ആവാം, ഐഡിയാസ് ആവാം, അല്ലെങ്കിൽ മെന്റൽ ഇമേജസ് ഉണ്ടാവാം. അവ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു, പെർസിസ്റ്റന്റ് ആണ്, അൺവാണ്ടഡ് ആണ്, ആൻഡ് എക്സ്ട്രീംലി ഡിസ്ട്രെസ്സിങ് ആണ്. ആവശ്യമില്ലാത്ത, അവർ വേണമെന്ന് ആഗ്രഹിക്കാത്ത, വീണ്ടും വീണ്ടും വരുന്ന, വളരെയധികം ഡിസ്ട്രെസ് ഉണ്ടാക്കുന്ന ഇവയാണ് ഈ ഒബ്സഷൻസ് എന്ന് പറയുന്നത്. ഒബ്സസീവ് തിങ്കിങ് ഈസ് മോർ അൺറിയലിസ്റ്റിക് ആൻഡ് സംടൈംസ് ഈവൻ ഹാസ് എ പെർസീവ്ഡ് മാജിക്കൽ ക്വാളിറ്റി. ഇത് ഒരു കാരണവശാലും പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിരിക്കും എന്ന് പറയുന്നത്. അവർക്ക് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടാവും. എനിക്ക് ഈ അസുഖം വന്നാലോ, അല്ലെങ്കിൽ എനിക്ക് ഭാവിയെക്കുറിച്ചിട്ടുള്ള ടെൻഷൻസ് ഒക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. പക്ഷേ ഒബ്സഷൻസിന് ഈ ചിന്തകൾ തന്നെ പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയിരിക്കാം. അവർ ചിന്തിക്കുന്നത്, ഒരു നായ എൻ്റെ അടുത്തുകൂടെ പോയാൽ എനിക്ക് റാബീസിന്റെ വൈറസ് പിടിപെടുമോ എന്നുള്ള ചിന്ത അൺറിയലിസ്റ്റിക് ആണ്. ലോജിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനൊരു സംഭവമില്ല. ഈ സംഭവമില്ല എന്നുള്ളത് ഈ OCD ഉള്ള ആൾക്കും അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് തന്നെ ടെൻഷൻ എടുത്ത്, അതിനെക്കുറിച്ച് തന്നെ ഒബ്സസീവായി അതേ ചിന്തകളെ വീണ്ടും 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 മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. For example, a student with OCD might believe that they have to line up items on their desk in perfect symmetry and count a specific number of times to keep from failing a test. ഇവർ വിചാരിക്കുന്നത് ഒരു കാര്യം, ഒരു 10 പെൻസിൽ ഉണ്ടെങ്കിൽ ആ 10 പെൻസിലിനെ ഒരേ രീതിയിൽ അടുക്കി വെക്കണം, പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെക്കണം. അതിന് പുറമെ ആ 1, 2, 3, 4, 10 വരെ 5 പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യം എണ്ണിയാലേ അവർക്ക് ഒരു പരീക്ഷ പാസ്സാകാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഒബ്സസീവ് തോട്ടും അതേപോലെ ഇത്തരത്തിലുള്ള കമ്പൽസീവ് ബിഹേവിയറും ഉണ്ടാവുന്നത് ഒരു ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പേഷ്യന്റിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി ട്രീറ്റ്മെന്റിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ട്രീറ്റ്മെന്റിന് ജനറൽ ആങ്സൈറ്റി ഡിസോർഡറും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറും പലപ്പോഴും ഓവർലാപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ
ഒരു വ്യത്യാസം, അവർക്ക് രണ്ടുപേർക്കും വ്യത്യാസമുള്ള രീതിയിൽ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരണമെന്നില്ല. രണ്ട് രീതിയിലും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും അതേപോലെ മെഡിസിൻസുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊഗ്നിഷനെയും അതേപോലെ ചിന്തകളെയും ബിഹേവിയറെയും മാറ്റിയെടുത്തുകൊണ്ട് ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെയും അതേപോലെ ജനറൽ ആങ്സൈറ്റി ഡിസോർഡറിനെയും കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ വരുത്തി, നിങ്ങളുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തി അവയെ മാറ്റിയെടുക്കാം, ഈ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്. ഏറ്റവും കൂടുതൽ സക്സസ് കാണിക്കുന്നതും ഈ CBT ആണ്. അതിലൊരു ടെക്നിക്കാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. പീപ്പിൾ വിത്ത് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ അവർക്ക് ഈ ടെക്നിക്ക്, അതായത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് കൊണ്ട് ഉപകാരപ്പെടാം, അവർക്ക് ഗുണമുണ്ടാവാം. അവർ ആ തോട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അതായത് ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന തോട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും ഈ തോട്ട്സിനെ ചലഞ്ച് ചെയ്യുകയും അതേപോലെ ഒരു ന്യൂ തോട്ട് പാറ്റേൺ, ആങ്സൈറ്റി ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു ന്യൂ തോട്ട് പാറ്റേൺ ഡെവലപ്പ് ചെയ്തെടുക്കുവാനും ഇവരെ സഹായിക്കുന്ന ഒരു രീതിയാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്. അതുപോലെ തന്നെ CBTയിൽ വരുന്ന മറ്റൊരു മെത്തഡോളജിയാണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. അതിൽ ഒരു പ്രത്യേകതരം നമ്മളറിയാം ഒബ്സഷൻ ആൻഡ് കമ്പൽഷൻ. അപ്പൊ ഇതില് ഒരു ഒബ്സഷൻസ് വന്നതിന് ശേഷം അതിൽ കൂടുതൽ ആ ഒരു ഒബ്സഷൻസിൽ ഉണ്ടാകുന്ന ആങ്സൈറ്റീനെ മറികടക്കാൻ ഒരു കമ്പൽസീവ് ബിഹേവിയർ ഈ OCD ഉള്ള ആൾ കാണിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. അതില് ഈ ഒബ്സഷൻസിനെ അവിടെ ഉണ്ട്, ആ ഒബ്സഷൻ അവിടെ ഉണ്ട്. ആ ഒബ്സഷൻസ് വന്നതിന് ശേഷം കമ്പൽഷൻ പ്രവർത്തിക്കാതിരിക്കാൻ, ആ റെസ്പോൺസിനെ പ്രിവെന്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ച് അതിന് തക്കതായിട്ടുള്ള കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് കൊടുത്ത് അത് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഈ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ. ഇതിൽ സാധാരണഗതിയിൽ OCDയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഈ ERP തെറാപ്പിയാണ്. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അതുപോലെയുള്ള മറ്റുള്ള തെറാപ്പികളുമാണ്. ഇനി മെഡിക്കേഷൻസിൽ നോക്കുകയാണെങ്കിൽ രണ്ടിലാണെന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ മെഡിസിൻസ് സെയിം ആണ് എന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും പല രീതിയിലുള്ള മരുന്നുകൾ മാറി മാറി കൊടുക്കേണ്ടി വരാറുണ്ട്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നാലും ജനറലായി സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സും SSRI, അതല്ലെങ്കിൽ സെറോട്ടോണിൻ ആൻഡ് നോർഎപ്പിനെഫ്രിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ ഇവയാണ് പൊതുവെ കൊടുക്കാറ്. ചോയ്സ് അനുസരിച്ച് ഡോക്ടർമാർ അതിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും കൊടുത്താൽ നല്ല രീതിയിൽ ഗുണകരം ആകും എന്നുള്ളത് എല്ലാ റിസർച്ചും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതേപോലെ തന്നെ GAD ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഇവ രണ്ടും ട്രീറ്റബിൾ ആണ്. ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ഒരു പരിധിവരെ ക്യൂറബിളുമാണ്, പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിനേക്കാളും കൂടുതൽ സമയമെടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിയെടുക്കാവുന്ന ഒരു സാഹചര്യമുള്ളതാണ്. രണ്ടായാലും നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറയുന്നത് ഡയഗ്നോസ് പോലും നിങ്ങൾ സ്വയം ചെയ്യരുത്. ഡയഗ്നോസിസ് ചെയ്യാനും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം സ്വയം ചികിത്സ പലപ്പോഴും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക.